നമസ്കാരം. സിനിമ സമൂസയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് പഴയകാല ശൗര്യ നായകൻ്റെ പുത്രൻ YB ഹീറോ പൃഥ്വിരാജ് അഭിനയിച്ച ഐ നോ ബഡി അഥവാ ഞാൻ ആരുമല്ല. സിനിമയുടെ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ സിനിമയിലെ 4 കഥാപാത്രങ്ങളും സമൂഹത്തിൽ എങ്ങനെ ആരുമല്ലാതായി തീരുന്നു എന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. തൻ്റെ ഭാര്യയുടെ അവിഹിതമായൊരു നടപടിയാൽ സമൂഹത്തിന് മുന്നിൽ താൻ ഒന്നുമല്ലാതെ തീർന്നു എന്ന ചിന്താഗതിയുമായി നടക്കുന്ന രാജീവൻ. ഭാര്യ വീട്ടുകാരെക്കാൾ സമ്പത്ത് കുറവായതിനാൽ ഭാര്യയ്ക്ക് മുന്നിലും ഭാര്യ വീട്ടുകാർക്ക് മുന്നിലും അവഹേളിതനായി സമൂഹത്തിന് മുന്നിൽ താൻ ആരുമല്ലാതായി പോയെന്ന ചിന്താഗതിയും പേറി നടക്കുന്ന അനസ് എന്ന കഥാപാത്രം. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാരിൽ നിന്നെല്ലാം കടം വാങ്ങുകയും ഒടുവിൽ മകൾ നഷ്ടപ്പെടുകയും വാങ്ങിയ കടങ്ങളൊന്നും വീട്ടാൻ കഴിയാതെ നാട്ടുകാരുടെ മുമ്പിൽ ഒന്നുമല്ലാത്തവനായി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ജേക്കബ് എന്ന കഥാപാത്രം. ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ പിഴവിൽ നിന്നും തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലും മക്കളുടെ മുമ്പിലും താൻ ഒന്നുമല്ലാതായി തീരുന്നുവെന്ന വേദനയിൽ ഉഴറുന്ന മീര എന്ന കഥാപാത്രം. സിനിമയിലെ ഈ 4 കഥാപാത്രങ്ങളും കടന്നു പോകുന്ന വഴികളെ വിശകലനം ചെയ്യുമ്പോൾ തീർച്ചയായും ഐ നോ ബഡി അഥവാ ഞാൻ ആരുമല്ല എന്ന നാമകരണം സിനിമയ്ക്ക് അന്വർത്ഥമാണെന്ന് കാണാം. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. 100 മുതൽ 0 വരെയുള്ള ഒരു കൗണ്ട് ഡൗണിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അതിവേഗ തിരക്കഥയുടെ സുഗമമായ ഒഴുക്കിനുള്ള ഒരു ട്രിക്കായി നമുക്കിതിനെ കാണാം. അതിനെ ശരിവയ്ക്കുന്നതാണ് അവിടെ നടക്കുന്ന ബാങ്ക് കൊള്ളയും തുടർന്ന് മോഷ്ടിച്ച പണം ഒളിപ്പിച്ച ശേഷം മോഷ്ടാക്കൾ കഥാവശേഷരാവുന്ന രംഗവും. ഈ കൗണ്ട് ഡൗൺ ആണ് സിനിമയെ മുൻപോട്ട് നയിക്കുന്നതെന്ന് പറയാം. തുടർന്ന് വരുന്ന പല രംഗങ്ങളിലും ഈ കൗണ്ട് ഡൗൺ കടന്നു വരുന്നത് അതിനെ ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണ്. ഈ ബാങ്ക് കൊള്ളയെ തുടർന്ന് നായകൻ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും തുടർന്ന് അങ്ങോട്ട് കോടിക്കണക്കിന് രൂപയെ ചൊല്ലിയുമാണ് സിനിമ മുൻപോട്ട് നീങ്ങുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് താൻ ആരുമല്ലാതായി തീരുന്നു എന്ന് തോന്നിയെടുത്തു നിന്ന് ഭാര്യാചാരനെ വകവരുത്തി തന്റെ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ ആയുധവുമായി എത്തുന്ന നായകൻ. ആ നായകന് പണത്തിന്റെ രൂപത്തിലെത്തുന്ന ആയുധത്തെയാണ് അവിടെയും തുടർന്ന് അങ്ങോട്ടും നേരിടേണ്ടി വരുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന അതിഥി എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയെ സിനിമയിൽ എടുത്തു കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ ജനങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത് പലനാടൻ മലയാളി എന്ന ചാനലിലൂടെ സിനിമ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ രംഗത്ത് ഇന്ന് മുടിചൂടാമന്നനായി വിരാജിക്കുന്ന ഒരു പ്രശസ്ത യൂട്യൂബ് ചാനലിനെ പലനാടൻ മലയാളി എന്ന പേരിൽ അവതരിപ്പിച്ച് പലനാടൻ മലയാളി എന്ന ചാനലും അതിന്റെ ഉടമയും നാട്ടിൽ കളവ് പ്രചരിപ്പിച്ച് സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്ന തരത്തിൽ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം മേൽപ്പറഞ്ഞ ചാനലിന്റെ യഥാർത്ഥ രൂപം ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ രീതിയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥ ജീവിതത്തിൽ സിനിമയിലെ നായക നടനും മേൽപ്പറഞ്ഞ ചാനലുടമയും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ ഫലമാവാം പലനാടൻ വർഗീസ് എന്ന ഒരു കഥാപാത്രത്തെ സിനിമയിൽ ഉൾപ്പെടുത്താൻ കാരണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനസ് എന്ന കഥാപാത്രം കുറ്റകരമായ പ്രവർത്തനങ്ങൾക്ക് സസ്പെൻഷനിൽ കഴിഞ്ഞ ശേഷം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്റെ പേരെന്താണെന്ന് അർദ്ധഗർഭമായി തന്നെ സുപ്പീരിയർ ഓഫീസർ ചോദിക്കുന്നുണ്ട്. ഒരു മുസ്ലിം കഥാപാത്രത്തെ നോക്കി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ പേരെന്താണെന്ന് അർദ്ധഗർഭമായി ചോദിക്കുമ്പോൾ നാട്ടിൽ സാമ്പത്തികമായ എന്ത് ക്രിമിനലിസം നടന്നാലും അതിന് പിന്നിലെല്ലാം തന്നെ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കുമെന്നാണ് നിയമ സംവിധാനങ്ങളും പൊതുസമൂഹവും ആദ്യം സംശയിക്കുക എന്ന ഉത്തമ ഉദാഹരണമാണ് സംവിധായകൻ ഈ രംഗത്തിലൂടെ നമുക്ക് വരച്ചു കാണിക്കുന്നത്. അനസ് എന്ന കഥാപാത്രത്തിലൂടെ സാമ്പത്തിക അന്തരത്തിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന അവഗണനയാണ് ഈ രംഗത്തിലൂടെ സംവിധായകൻ വരച്ചിടുന്നത്. ആ അവഗണനയാണല്ലോ അയാളെ നേരിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നത്. സർക്കാർ ജീവനക്കാരനായ രാജീവനും അതേ നിലവാരത്തിലുള്ള അനസും വെറും ഒരു സെക്യൂരിറ്റിക്കാരനായ മീരയും എല്ലാവരും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവരാണെന്നതാണ് സിനിമയുടെ കാതൽ അഥവാ നെടുംതൂൺ. രാജീവന് ഭാര്യാചാരനെ ഒഴിവാക്കി അഭിമാനം നേടണം. അനസിന് ഭാര്യ വീട്ടുകാർക്ക് മുമ്പിൽ അഭിമാനം നേടണം. ജേക്കബ് എന്ന കഥാപാത്രം കടങ്കാർക്ക് മുമ്പിൽ അഭിമാനം നേടണം. മീരയ്ക്ക് നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കണം. ഇതിനുവേണ്ടി 4 കഥാപാത്രങ്ങൾ 4 കോണിൽ നിന്ന് ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. 4 പേരുടെയും ലക്ഷ്യം ഒന്ന് മാത്രം, അഭിമാനത്തോടെ ജീവിക്കുക. സിനിമ മുൻപോട്ട് പോകുന്തോറും ആദ്യത്തെ കൗണ്ട് ഡൗണും ഒപ്പം സഞ്ചരിക്കുന്നത് കാണാം.
ബാങ്ക് കവർച്ച ചെയ്ത പണം ഒളിപ്പിച്ച ശേഷമാണല്ലോ മോഷ്ടാക്കൾ കൊല്ലപ്പെടുന്നത്. ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണത്തോടൊപ്പം രാജീവനെയും കടത്തിക്കൊണ്ടു പോകുന്നു മോഷ്ടാക്കൾ. തുടർന്നുള്ള മോഷ്ടാക്കളുടെ നീക്കങ്ങളും സമയവും ഈ കൗണ്ട് ഡൗണിലൂടെയാണ് രാജീവൻ അടയാളപ്പെടുത്തി വയ്ക്കുന്നത്. ഇപ്രകാരം സിനിമയെ മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു കൗണ്ട് ഡൗൺ സിനിമയിൽ ഉൾപ്പെടുത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിവേഗം സഞ്ചരിക്കുന്ന തിരക്കഥയായതുകൊണ്ട് തന്നെ ബാങ്ക് കൊള്ളടിച്ച പണം പ്രതികൾ ഒളിപ്പിക്കുന്നതും അത് രാജീവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതുമായ രംഗങ്ങൾ സംവിധായകൻ ഈ കൗണ്ട് ഡൗണിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ സിനിമയുടെ ദൈർഘ്യം 2.25 മണിക്കൂറിൽ ഒതുങ്ങില്ലായിരുന്നു എന്നതാണ് സത്യം. തടവിലാക്കപ്പെട്ട ഓരോ നിമിഷവും നായകന്റെ മകൾ തള്ളി നീക്കുന്നതും ഇതേ കൗണ്ട് ഡൗണിലൂടെ തന്നെയാണ്. ഇത് പുതിയ കാലത്ത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ മനഃശക്തിയാൽ നേരിടണമെന്ന സന്ദേശമാണ് നൽകുന്നത്. ബാങ്ക് കവർച്ചയ്ക്ക് പോകുന്ന ആളുകൾ അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഐഡന്റിറ്റിയും കഴുത്തിൽ തൂക്കിയാണ് പോകുന്നത്. സിനിമയിൽ വരുന്ന അവസാന രംഗം കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ മോഷണ രംഗത്തിന്റെ പ്രസക്തി മനസ്സിലാവുക. സത്യത്തിൽ ആ കരണത്തടി ഒരു ഐക്യപ്പെടലാണ്. താൻ ചെയ്തു പോയ തെറ്റിന് നായകനോടുള്ള മാപ്പപേക്ഷയായി ആ കരണത്തടിയെ കാണാം. ബാങ്കിൽ നിന്ന് കവർന്ന കോടികളുടെ പേരിൽ തടവിലാക്കപ്പെട്ട മകളെ സംരക്ഷിക്കാം, പകരം ചില പ്രത്യുപകാരങ്ങൾ ഇങ്ങോട്ടും ചെയ്യണമെന്ന് മുൻ സർക്കാരിന്റെ മുഖ്യൻ തന്നെ നായകനോട് പറയുമ്പോൾ അവിടെ തെളിയുന്നത് മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന 300 കോടി രൂപ ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്തുതീർപ്പ് അന്തർധാരയാണെന്ന് കാണാം. സിനിമയ്ക്കുള്ളിലെ ഈ അന്തർധാര മനസ്സിലാക്കിയതിനാലാവാം വലിയ രീതിയിലുള്ള നെഗറ്റീവ് ആക്രമണമാണ് സിനിമയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്.